ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഐക്യ കേരളവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം, തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന വർഷം. തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന വർഷം 1888. 1888. തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ രൂപീകരിക്കാൻ മുൻകൈയെടുത്ത ദിവാൻ ആരാണ്? തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ രൂപീകരിക്കാൻ മുൻകൈയെടുത്ത ദിവാൻ ആരാണ്? ഉത്തരം ടി രാമറാവു. ടി രാമറാവു. അടുത്ത ചോദ്യം, മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി രൂപവത്കരിച്ച വർഷം. മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി രൂപവത്കരിച്ച വർഷം 1908. 1908. നേതൃത്വം നൽകിയത് സി ശങ്കരൻ നായർ. സി ശങ്കരൻ നായർ. അടുത്ത ചോദ്യം, മലബാർ ജില്ലാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ 1916 പാലക്കാട് വെച്ച് നടന്ന രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? മലബാർ ജില്ലാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ 1916 പാലക്കാട് വെച്ച് നടന്ന രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ഉത്തരം ആനി ബസന്റ്. ആനി ബസന്റ്. അടുത്ത ചോദ്യം, 1916 രാഷ്ട്രീയ സമ്മേളനത്തിൽ ഇന്ത്യക്ക് സ്വയംഭരണം വേണമെന്ന പ്രമേയം അവതരിപ്പിച്ചത് ആര്? 1916 രാഷ്ട്രീയ സമ്മേളനത്തിൽ ഇന്ത്യക്ക് സ്വയംഭരണം വേണമെന്ന പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ഉത്തരം കെ പി കേശവമേനോൻ. കെ പി കേശവമേനോൻ. അടുത്ത ചോദ്യം, മലബാറിൽ ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെ? മലബാറിൽ ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെ? ഉത്തരം മഞ്ചേരി രാമയ്യരും കെ പി കേശവമേനോനും. മഞ്ചേരി രാമയ്യർ, കെ പി കേശവമേനോൻ. മഞ്ചേരി രാമയ്യർ പ്രസിഡന്റും കെ പി കേശവമേനോൻ സെക്രട്ടറിയുമായിരുന്നു. അടുത്ത ചോദ്യം, 1917 കോഴിക്കോട് വെച്ച് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസിന്റെ രാഷ്ട്രീയ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ആരാണ്? 1917 കോഴിക്കോട് വെച്ച് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസിന്റെ രാഷ്ട്രീയ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ആരാണ്? ഉത്തരം സി പി രാമസ്വാമി അയ്യർ. സി പി രാമസ്വാമി അയ്യർ. അടുത്ത ചോദ്യം, 1920 5-ാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ആര്? 1920 5-ാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ആര്? ഉത്തരം കസ്തൂരി രംഗ അയ്യങ്കാർ. കസ്തൂരി രംഗ അയ്യങ്കാർ. അടുത്ത ചോദ്യം, കേരളത്തിലെ സൂറത്ത് എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ സൂറത്ത് എന്നറിയപ്പെടുന്നത് മഞ്ചേരിയിൽ നടന്ന 5-ാം മലബാർ കോൺഗ്രസ് സമ്മേളനമാണ് കേരളത്തിലെ സൂറത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, 1923 തലശ്ശേരിയിൽ നടന്ന അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ആരാണ്? 1923 തലശ്ശേരിയിൽ നടന്ന അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ആരാണ്? ഉത്തരം സരോജിനി നായിഡു. സരോജിനി നായിഡു. അടുത്ത ചോദ്യം, ഐക്യ കേരളം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് കേരളത്തിൽ രൂപീകൃതമായ സംഘടന. ഐക്യ കേരളം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് കേരളത്തിൽ രൂപീകൃതമായ സംഘടന സമസ്ത കേരള സാഹിത്യ പരിഷത്ത്. സമസ്ത കേരള സാഹിത്യ പരിഷത്ത്. അടുത്ത ചോദ്യം, 1937 മദ്രാസിൽ സി രാജഗോപാലാചാരിയുടെ നേതൃത്വത്തിൽ രൂപീകൃതമായ മന്ത്രിസഭയിൽ അംഗമായ മലയാളി ആരാണ്? 1937 മദ്രാസിൽ സി രാജഗോപാലാചാരിയുടെ നേതൃത്വത്തിൽ രൂപീകൃതമായ മന്ത്രിസഭയിൽ അംഗമായ മലയാളി ആരാണ്? ഉത്തരം കോങ്ങാട്ടിൽ രാമൻ മേനോൻ. കോങ്ങാട്ടിൽ രാമൻ മേനോൻ. അടുത്ത ചോദ്യം, ഭാഷാടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപവത്കരിക്കണം എന്ന പ്രമേയം കോൺഗ്രസ് സമ്മേളനത്തിൽ അവതരിപ്പിച്ചത് ആരാണ്? ഭാഷാടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കണമെന്ന പ്രമേയം കോൺഗ്രസ് സമ്മേളനത്തിൽ അവതരിപ്പിച്ചത് ആരാണ്? ഉത്തരം കെ മാധവൻ നായർ. കെ മാധവൻ നായർ.
അടുത്ത ചോദ്യം, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി രൂപീകൃതമായ വർഷം. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി രൂപീകൃതമായ വർഷം 1921. 1921. അടുത്ത ചോദ്യം, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു? കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു? ഉത്തരം കെ മാധവൻ നായർ. കെ മാധവൻ നായർ. അടുത്ത ചോദ്യം, ഒറ്റപ്പാലം കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം. ഒറ്റപ്പാലം കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം. ഉത്തരം 1921 ഏപ്രിൽ 23. 1921 ഏപ്രിൽ 23. 1921 ഏപ്രിൽ 23. അടുത്ത ചോദ്യം, ഒറ്റപ്പാലം കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഒറ്റപ്പാലം കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ടി പ്രകാശം. ടി പ്രകാശം. അടുത്ത ചോദ്യം, 1928 നാട്ടുരാജ്യ പ്രജാ സമ്മേളനം എവിടെ വെച്ച് നടന്നു? 1928 നാട്ടുരാജ്യ പ്രജാ സമ്മേളനം എവിടെ വെച്ച് നടന്നു? ഉത്തരം കൊച്ചി. ഉത്തരം കൊച്ചി. അടുത്ത ചോദ്യം, ഐക്യകേരള പ്രമേയം പാസാക്കിയ ആദ്യ സമ്മേളനം ഏതാണ്? ഐക്യകേരള പ്രമേയം പാസാക്കിയ ആദ്യ സമ്മേളനം. ഉത്തരം 1928 നാട്ടുരാജ്യ പ്രജാ സമ്മേളനം. 1928 നാട്ടുരാജ്യ പ്രജാ സമ്മേളനം. അടുത്ത ചോദ്യം, 1928 പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? 1928 പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു. അടുത്ത ചോദ്യം, ഒന്നാം ഐക്യകേരള സമ്മേളനം നടന്ന സ്ഥലം. ഒന്നാം ഐക്യകേരള സമ്മേളനം നടന്ന സ്ഥലം തൃശൂർ. നടന്ന വർഷം 1947. തൃശൂരിൽ 1947. അടുത്ത ചോദ്യം, ഒന്നാം ഐക്യകേരള സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഒന്നാം ഐക്യകേരള സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം കെ കേളപ്പൻ. കെ കേളപ്പൻ. അടുത്ത ചോദ്യം, ഐക്യകേരള സമ്മേളനത്തിൽ ഐക്യകേരളം എത്രയും പെട്ടെന്ന് സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ഐക്യകേരള സമ്മേളനത്തിൽ ഐക്യകേരളം എത്രയും പെട്ടെന്ന് സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ഉത്തരം ഇ മൊയ്തു മൗലവി. ഇ മൊയ്തു മൗലവി. അടുത്ത ചോദ്യം, ഐക്യകേരള തമ്പുരാൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഐക്യകേരള തമ്പുരാൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം കേരളവർമ്മ. കേരളവർമ്മയെയാണ് ഐക്യകേരള തമ്പുരാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഐക്യകേരളം എന്ന ആശയം മുന്നോട്ട് വെച്ച EMSന്റെ കൃതി ഏതാണ്? ഐക്യകേരളം എന്ന ആശയം മുന്നോട്ട് വെച്ച EMSന്റെ കൃതി. ഉത്തരം 1.25 കോടി മലയാളികൾ. 1.25 കോടി മലയാളികൾ. അടുത്ത ചോദ്യം, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമായ വർഷം. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമായ വർഷം 1938 ഫെബ്രുവരി 23. 1938 ഫെബ്രുവരി 23. അടുത്ത ചോദ്യം, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം പട്ടം താണുപിള്ള. പട്ടം താണുപിള്ള. അടുത്ത ചോദ്യം, കൊച്ചി നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന വർഷം. കൊച്ചി നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന വർഷം 1923. 1923. അടുത്ത ചോദ്യം, തിരുവിതാംകൂറിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? തിരുവിതാംകൂറിലെ ആദ്യ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം പട്ടം താണുപിള്ള. പട്ടം താണുപിള്ള. അടുത്ത ചോദ്യം, തിരുവിതാംകൂറിലെ അവസാന പ്രധാനമന്ത്രി ആരാണ്? തിരുവിതാംകൂറിലെ അവസാന പ്രധാനമന്ത്രി. ഉത്തരം പരവൂർ ടി.കെ. നാരായണപിള്ള. പറവൂർ ടി.കെ. നാരായണപിള്ളയാണ് തിരുവിതാംകൂറിലെ അവസാന പ്രധാനമന്ത്രി. അടുത്ത ചോദ്യം, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യ വനിത ആരാണ്? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യ വനിത ആരാണ്? ഉത്തരം അക്കാമ്മ ചെറിയാൻ. അക്കാമ്മ ചെറിയാൻ. അടുത്ത ചോദ്യം, തിരുവിതാംകൂർ രാഷ്ട്രീയത്തിൽ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ്? തിരുവിതാംകൂർ രാഷ്ട്രീയത്തിൽ
ത്രിമൂർത്തികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരൊക്കെയാണ്? ഉത്തരം പട്ടം താണുപിള്ള, ടി എം വർഗീസ്, സി കേശവൻ. പട്ടം താണുപിള്ള, ടി എം വർഗീസ്, സി കേശവൻ എന്നിവരാണ് തിരുവിതാംകൂർ രാഷ്ട്രീയത്തിൽ ത്രിമൂർത്തികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകൃതമായ വർഷം. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകൃതമായ വർഷം. ഉത്തരം 1941 ജനുവരി 26. 1941 ജനുവരി 26. അടുത്ത ചോദ്യം, കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെ വെച്ച്? കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെ വെച്ച്? ഉത്തരം ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുട. അടുത്ത ചോദ്യം, കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തിന്റെ രൂപീകരണത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തിന്റെ രൂപീകരണത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? ഉത്തരം വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ. വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ. അടുത്ത ചോദ്യം, കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന പത്രം ഏതാണ്? കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന പത്രം ഏതാണ്? ഉത്തരം ദീനബന്ധു. ദീനബന്ധു. അടുത്ത ചോദ്യം, കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തെ നിരോധിക്കാൻ ഉത്തരവിറക്കിയ ദിവാൻ ആരാണ്? കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തെ നിരോധിക്കാൻ ഉത്തരവിറക്കിയ ദിവാൻ ആരാണ്? ഉത്തരം AFW ഡിക്സൺ. AFW ഡിക്സൺ. അടുത്ത ചോദ്യം, കൊച്ചിയിലെ ആദ്യ ജനകീയ മന്ത്രി ആരാണ്? കൊച്ചിയിലെ ആദ്യ ജനകീയ മന്ത്രി ആരാണ്? ഉത്തരം അമ്പാട്ട് ശിവരാമ മേനോൻ. അമ്പാട്ട് ശിവരാമ മേനോൻ. അടുത്ത ചോദ്യം, കൊച്ചിയിലെ ആദ്യ പ്രധാനമന്ത്രി ആരാണ്? കൊച്ചിയിലെ ആദ്യ പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം പനമ്പള്ളി ഗോവിന്ദ മേനോൻ. പനമ്പള്ളി ഗോവിന്ദ മേനോൻ. അടുത്ത ചോദ്യം, കൊച്ചിയിലെ അവസാന പ്രധാനമന്ത്രി ആരാണ്? കൊച്ചിയിലെ അവസാന പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം ഇക്കണ്ട വാര്യർ. ഇക്കണ്ട വാര്യർ. അടുത്ത ചോദ്യം, കൊച്ചി രാജ്യ പ്രജാമണ്ഡലം ഉത്തരവാദിത്വ ദിനമായി ആചരിച്ച തീയതി എന്നാണ്? കൊച്ചി രാജ്യ പ്രജാമണ്ഡലം ഉത്തരവാദിത്വ ദിനമായി ആചരിച്ച തീയതി എന്നാണ്? ഉത്തരം 1946 ജൂലൈ 29. 1946 ജൂലൈ 29. അടുത്ത ചോദ്യം, കൊച്ചിയിൽ ഉത്തരവാദ ഭരണ സർക്കാർ രൂപം കൊണ്ട തീയതി. കൊച്ചിയിൽ ഉത്തരവാദ ഭരണ സർക്കാർ രൂപം കൊണ്ട തീയതി 1947 ഓഗസ്റ്റ് 14. 1947 ഓഗസ്റ്റ് 14. അടുത്ത ചോദ്യം, തിരുക്കൊച്ചി സംയോജന സമയത്തെ തിരുക്കൊച്ചി മുഖ്യമന്ത്രി ആരായിരുന്നു? തിരുക്കൊച്ചി സംയോജന സമയത്തെ തിരുക്കൊച്ചി മുഖ്യമന്ത്രി ആരായിരുന്നു? ഉത്തരം പറവൂർ TK നാരായണപിള്ള. പറവൂർ TK നാരായണപിള്ള. അടുത്ത ചോദ്യം, 1942 കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ട കൊച്ചി ദിവാൻ ആരായിരുന്നു? 1942 കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ട കൊച്ചി ദിവാൻ ആരായിരുന്നു? ഉത്തരം AFW ഡിക്സൺ. AFW ഡിക്സൺ. അടുത്ത ചോദ്യം, ഐക്യ കേരളവുമായി ബന്ധപ്പെട്ട് ഐക്യ കേരള സമിതി രൂപം കൊണ്ട വർഷം. ഐക്യ കേരളവുമായി ബന്ധപ്പെട്ട് ഐക്യ കേരള സമിതി രൂപം കൊണ്ട വർഷം. ഉത്തരം 1945. 1945. ഇതിന്റെ ആദ്യ പ്രസിഡന്റ് K കേളപ്പൻ. ആദ്യ പ്രസിഡന്റ് K കേളപ്പൻ. അടുത്ത ചോദ്യം, ഐക്യ കേരള പ്രസ്ഥാനം ശക്തമാക്കാൻ KPCC ഉപസമിതി രൂപീകരിച്ച വർഷം. ഐക്യ കേരള പ്രസ്ഥാനം ശക്തമാക്കാൻ KPCC ഉപസമിതിയെ നിയമിച്ച വർഷം. ഉത്തരം 1946. 1946. അടുത്ത ചോദ്യം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയാലും തിരുവിതാംകൂർ സ്വതന്ത്രമായി നിലനിൽക്കും എന്ന പ്രഖ്യാപനം നടത്തിയത് ആരാണ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയാലും തിരുവിതാംകൂർ സ്വതന്ത്രമായി നിലനിൽക്കും എന്ന പ്രഖ്യാപനം നടത്തിയത് ആരാണ്? ഉത്തരം സർ CP രാമസ്വാമി അയ്യർ. സർ CP രാമസ്വാമി അയ്യർ. അടുത്ത ചോദ്യം, CP രാമസ്വാമി അയ്യരുടെ നയത്തിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം ഏതാണ്? CP രാമസ്വാമി അയ്യരുടെ നയത്തിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം ഏതാണ്? ഉത്തരം പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരം. വർഷം 1946. 1946.
അടുത്ത ചോദ്യം, 1947 ജൂലൈ 25-ന് സർ CP രാമസ്വാമി അയ്യരെ വധിക്കാൻ ശ്രമിച്ചത് ആരാണ്? 1947 ജൂലൈ 25-ന് സർ CP രാമസ്വാമി അയ്യരെ വധിക്കാൻ ശ്രമിച്ചത് ആരാണ്? ഉത്തരം KCS മണി. KCS മണി. അടുത്ത ചോദ്യം, തിരുക്കൊച്ചി സംയോജനം നടന്നത് എന്നാണ്? തിരുക്കൊച്ചി സംയോജനം നടന്നത് 1949 ജൂലൈ 1. 1949 ജൂലൈ 1. അടുത്ത ചോദ്യം, തിരുക്കൊച്ചി സംസ്ഥാനത്തെ ആദ്യ രാജപ്രമുഖ് ആരാണ്? തിരുക്കൊച്ചി സംസ്ഥാനത്തെ ആദ്യ രാജപ്രമുഖ് ആരാണ്? ഉത്തരം ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. അടുത്ത ചോദ്യം, തിരുക്കൊച്ചി രൂപീകരണ സമയത്ത് ആകെ ജില്ലകളുടെ എണ്ണം എത്ര? തിരുക്കൊച്ചി രൂപീകരണ സമയത്തെ ആകെ ജില്ലകളുടെ എണ്ണം? ഉത്തരം 4. ഉത്തരം 4. അടുത്ത ചോദ്യം, തിരുക്കൊച്ചി സംയോജനം നടക്കുമ്പോൾ കൊച്ചി രാജാവ് ആരായിരുന്നു? തിരുക്കൊച്ചി സംയോജനം നടക്കുമ്പോൾ കൊച്ചി രാജാവ് ആരായിരുന്നു? ഉത്തരം പരീക്ഷിത്ത് രാജാവ്. പരീക്ഷിത്ത് രാജാവ്. അടുത്ത ചോദ്യം, തിരുക്കൊച്ചി സംയോജനം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? തിരുക്കൊച്ചി സംയോജനം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ഉത്തരം VP മേനോൻ. ഉത്തരം VP മേനോൻ. അടുത്ത ചോദ്യം, തിരുക്കൊച്ചി സംയോജനത്തെ എതിർത്തുകൊണ്ട് രൂപം കൊണ്ട പാർട്ടി ഏതാണ്? തിരുക്കൊച്ചി സംയോജനത്തെ എതിർത്തുകൊണ്ട് രൂപം കൊണ്ട പാർട്ടി ഏതാണ്? ഉത്തരം കൊച്ചിൻ പാർട്ടി. ഉത്തരം കൊച്ചിൻ പാർട്ടി. ഇതിന്റെ സ്ഥാപകൻ CVE ഉണ്ണി, കുഞ്ഞിരാമ മേനോൻ എന്നിവരായിരുന്നു. കൊച്ചിൻ പാർട്ടിയുടെ സ്ഥാപകർ CVE ഉണ്ണി, കുഞ്ഞിരാമ മേനോൻ എന്നിവരായിരുന്നു. അടുത്ത ചോദ്യം, തിരുക്കൊച്ചിയിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ്? തിരുക്കൊച്ചിയിലെ ആദ്യത്തെ മുഖ്യമന്ത്രി? ഉത്തരം TK നാരായണപിള്ള. TK നാരായണപിള്ള. അടുത്ത ചോദ്യം, തിരുക്കൊച്ചിയിലെ അവസാനത്തെ മുഖ്യമന്ത്രി ആരാണ്? തിരുക്കൊച്ചിയിലെ അവസാനത്തെ മുഖ്യമന്ത്രി ആരാണ്? ഉത്തരം പനമ്പള്ളി ഗോവിന്ദ മേനോൻ. പനമ്പള്ളി ഗോവിന്ദ മേനോൻ. അടുത്ത ചോദ്യം, തിരുവിതാംകൂറിലും തിരുക്കൊച്ചിയിലും കേരളത്തിലും മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുള്ളത് ആരാണ്? തിരുവിതാംകൂറിലും തിരുക്കൊച്ചിയിലും കേരളത്തിലും മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുള്ളത് ആരാണ്? ഉത്തരം പട്ടം താണുപിള്ള. ഉത്തരം പട്ടം താണുപിള്ള. അടുത്ത ചോദ്യം, കേരള സംസ്ഥാനം രൂപീകൃതമായ തീയതി? കേരള സംസ്ഥാനം രൂപീകൃതമായ തീയതി 1956 നവംബർ 1. 1956 നവംബർ 1-ാം തീയതി. അടുത്ത ചോദ്യം, കേരള രൂപീകരണ സമയത്ത് ഉണ്ടായിരുന്ന ജില്ലകളുടെ എണ്ണം? കേരളം രൂപീകരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ജില്ലകളുടെ എണ്ണം? ഉത്തരം 5. 5 ജില്ലകളാണ് കേരള രൂപീകരണ സമയത്ത് ഉണ്ടായിരുന്നത്. അടുത്ത ചോദ്യം, മദുരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്ത തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന താലൂക്കുകൾ ഏതൊക്കെ? മദുരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്ത തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന താലൂക്കുകൾ ഏതൊക്കെ? ഉത്തരം തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നിവ. തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നിവ. അടുത്ത ചോദ്യം, കേരളത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ട തെക്കൻ കാനറയുടെ ഭാഗമായ താലൂക്കുകൾ ഏതൊക്കെ? കേരളത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ട തെക്കൻ കാനറയുടെ ഭാഗമായ താലൂക്കുകൾ ഏതൊക്കെ? ഉത്തരം കാസർഗോഡ്, ഹോസ്ദുർഗ് എന്നിവ. കാസർഗോഡ്, ഹോസ്ദുർഗ് എന്നിവയാണ് കേരളത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ട തെക്കൻ കാനറയുടെ ഭാഗമായ താലൂക്കുകൾ. അടുത്ത ചോദ്യം, ഇന്ത്യൻ റിപ്പബ്ലിക് ദിനത്തിൽ രൂപം കൊണ്ട ജില്ല ഏതാണ്? ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനത്തിൽ രൂപം കൊണ്ട ജില്ല ഏതാണ്? ഉത്തരം ഇടുക്കി. ഉത്തരം ഇടുക്കി. അടുത്ത ചോദ്യം, 1949 ഏപ്രിലിൽ തിരുക്കൊച്ചി സംയോജനത്തിന്റെ വിശദ വിവരങ്ങൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് നിയമിച്ച കമ്മിറ്റി ഏതാണ്? 1949 ഏപ്രിലിൽ തിരുക്കൊച്ചി സംയോജനത്തിന്റെ വിശദ വിവരങ്ങൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് നിയമിച്ച കമ്മിറ്റി ഏതാണ്? ഉത്തരം ബക്ക് കമ്മിറ്റി. ഉത്തരം ബക്ക് കമ്മിറ്റി. അടുത്ത ചോദ്യം, ഐക്യ കേരള പ്രതിജ്ഞ കവിതയായി തയ്യാറാക്കിയത് ആരാണ്? ഐക്യ കേരള പ്രതിജ്ഞ കവിതയായി തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം NV കൃഷ്ണവാര്യർ. NV കൃഷ്ണവാര്യരാണ് ഐക്യ കേരള പ്രതിജ്ഞ കവിതയായി തയ്യാറാക്കിയത്.